ജാതിയും മതവും സമ്പത്തും ഒക്കെ പറഞ്ഞ് ഞാൻ അവരുടെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചു. പക്ഷേ സ്വന്തം പ്രാണനായി സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാനും ആ മകന് കഴിഞ്ഞില്ല. എന്നിട്ടും അവൻ അവളെയും കൂട്ടി എന്റെ മുന്നിൽ വന്നു. അവളെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു, യാചിച്ചു. ഞാൻ കേട്ടില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. അമ്മ ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ. മകനും ആ പെണ്ണും അത് ചെയ്തു കാണിച്ചു. പക്ഷേ അതിൽ അവള് മാത്രമേ പോയുള്ളൂ. ആ അതെ, ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ അവർ ശ്രമിച്ചു. അവള് മരിച്ചു. അവനെ എനിക്ക് തിരിച്ചു കിട്ടി. ഒരു മുഴുഭ്രാന്തനായിട്ട് അല്ലേ? ആ അതെ. ഡൽഹിയിലെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ 2 കൊല്ലം ചികിത്സയിൽ കഴിഞ്ഞു സിദ്ധാർത്ഥൻ. ശരിയല്ലേ? അവൻ തിരിച്ചു വന്നത് എന്നോടുള്ള ശത്രുതയുമായിട്ടാണ്. അമ്മയെ കൊല്ലാനുള്ള പകയുമായി തിരികെ എത്തിയ സിദ്ധാർത്ഥന് ഈ ലോകത്തോട് മുഴുവനും പകയായിരുന്നു. സ്വന്തം ജീവിതം നിങ്ങൾക്ക് മുൻപിൽ എറിഞ്ഞുടച്ച് സിദ്ധാർത്ഥൻ പക വീട്ടുന്നത് കണ്ട് നിങ്ങൾ അകമേക്കാരും. ഒടുവിൽ ഞാൻ ആ വീട്ടിലെത്തിയപ്പോ അയാൾ നേരെയാവൂന്ന് നിങ്ങൾ കരുതി. പക്ഷെ വിധി മറിച്ചായിരുന്നു. ഒരർത്ഥത്തിൽ അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നിങ്ങൾ തന്നെയല്ലേ? ഇപ്പം മനസ്സിലായില്ലേ പണമല്ല ഈ ലോകത്തെ ഏറ്റവും വലുതെന്ന്? നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച മകനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയപ്പോഴും അയാളുടെ ജീവിതം കൈവിട്ടുപോയി. എനിക്കറിയാം ഏത് നിമിഷവും അയാൾ എന്നെ തേടി വരുമെന്ന്. ഒരു കൊലയാളിയുടെ ഭ്രാന്തൻ മനസ്സുമായി. പക്ഷെ എനിക്ക് ഭയമില്ല. മരിക്കാനാണ് വിധിയെങ്കിൽ ഞാൻ മരിക്കും. അതല്ല ജീവിക്കാൻ ദൈവം അനുവദിച്ചാൽ ജീവിക്കും. ഞാൻ എന്റെ വിധിയെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. എനിക്ക് അമ്മയോട് ഒരു വിരോധമില്ല. അമ്മ വയ്ക്കോളൂ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സൂക്ഷിക്കണം. എങ്ങനെയും അരുന്ധതിയെ ഇല്ലാതാക്കാന് അവനിപ്പോ ജയിലിൽ ചാടിയത്. സോണവാല, ഇനി എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ജീവൻ കൂടി അപകടത്തിലാവും. ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷേ തന്റെ ഒരു കണ്ണ് എപ്പോഴും അരുന്ധതിയുടെ മക്കളുടെ മേലുണ്ടാവണം. ചേട്ടാ, നമുക്ക് പോയി അരുന്ധതിയോട് കുട്ടികളെയും കൂട്ടി ഞാറക്കിലോട്ട് പോകാൻ പറഞ്ഞല്ലോ. എന്തിന്? എന്നാ പിന്നെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അതൊന്നും ആദ്യം സമ്മതിക്കത്തില്ല. അവളുടെ വാശി ജയിക്കണം. അവക്കത്രേ ഉള്ളൂ. ചേട്ടാ, നമ്മുടെ മക്കളെ അവളുടെ കൂടെ വിടാൻ നിനക്കരുതല്ല ഉത്സാഹം. എന്നിട്ടിപ്പോ എന്തായി? ഏത് നിമിഷം അവനെ ഭയന്ന് ജീവിക്കണ്ടേ? താനും കൂടെ ചേർന്ന എന്റെ മക്കളെ കൊണ്ടുപോയത്. ജയ, കോടതി ഉത്തരവിട്ടാ പിന്നെ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അരുന്ധതിയും കുട്ടികളെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് തന്റെ കൂടി സഹായം വേണം. ഇതൊന്ന് പറയാനാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. എവിടുന്നെങ്കിലും അവന് തപ്പിയെടുത്തേ പറ്റൂ. അപ്പൊ ശരി. നമ്മൾ ഇനി എന്ത് ചെയ്യും ചേട്ടാ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ മക്കൾ അവരും കൂടി അപകടത്തിൽപ്പെടുമല്ലോ. എന്റെ ദൈവമേ, നീ ഒന്ന് ആദ്യം വിളിച്ചേ. കിട്ടുന്നില്ല ചേട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ഹലോ, എന്താ? എടി അവൻ ജയിലിൽ ചാടിയെന്ന്. അതേടി. എടാ മോനെ നന്ദാ, നീ അറിഞ്ഞില്ലടാ സിദ്ധാർത്ഥൻ ജയിലിൽ ചാടിയെന്ന്. ആ ഞാൻ അറിഞ്ഞു. നീ ഒന്ന് അവളെ വിളിച്ചേ. കുട്ടികളെ കൊണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ, ഇങ്ങനെ പേടിച്ചോടിയാ എത്ര നാൾ ഓടും? എന്ന് പറഞ്ഞ അവൻ അവളെ ഉപദ്രവിക്കാനാണ് ചാടിയതെങ്കിലോ? അച്ഛാ, അതിനു മുൻപ് പോലീസുകാർ അവനെ പിടിച്ചിരിക്കും. അതൊക്കെ ശരിയാ. നീ ഇപ്പോ അവളെ ഒന്ന് വിളിച്ചേ. എടാ വിളിക്കാൻ. അച്ഛാ, കിട്ടുന്നില്ല. നീ ഒന്നോടൊന്ന് വിളിച്ചു നോക്ക്. ഇല്ല, കിട്ടുന്നില്ല. രാജേട്ട, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എന്നിട്ട് അവളെ മക്കളെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരാ. എന്നാ മാലതി നീ വേഗം റെഡിയാകും. ഇനിയും നീ എതിർപ്പൊന്നും പറയരുത്. ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. പിള്ളച്ചേട്ടാ, ഇവളിവിടെ കുട്ടികളെയും കൊണ്ട് താമസിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ താമസിക്കുന്നത് ബുദ്ധിമോശമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ചേച്ചിയോടുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയാവും അയാൾ ജയിലിൽ ചാടിയത്. കൊല്ലാൻ വരുന്നവന്റെ മുൻപിൽ നെഞ്ചും വിരിച്ചു നിന്ന് മരിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ചേച്ചിയുടെ മക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിന് തന്നെയാ ഇപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത്. ചേച്ചിയെ ആ ഭ്രാന്തന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചേച്ചി വന്നേ പറ്റൂ. മോളെ, ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. തൽക്കാലം ഒന്ന് മാറി നിന്നിട്ട് അവനെ പോലീസ് പിടിച്ചു കഴിയുമ്പം തിരിച്ചു വരാം. അതല്ലേ നല്ലത്? അങ്ങനെ പറഞ്ഞു കൊടുക്കും പിള്ളച്ചേട്ടാ. സ്വന്തമായിട്ട് എടുത്ത ഒരു തീരുമാനത്തിന് പേരില്ല സ്വന്തം ജീവിതം പോലും ഇവൾക്ക് നഷ്ടപ്പെട്ടത്. ഇനി ആ കുഞ്ഞുങ്ങളെയും കൂടി കൊലക്ക് കൊടുക്കും. എന്താ നെഞ്ചു കൊള്ളിയോ? മക്കളുടെ ജീവൻ അപകടം പറ്റുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് നൊന്തുവല്ലേ? അപ്പോ നിന്റെ കാര്യത്തിൽ എന്റെ നെഞ്ചു പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പോ മനസ്സിലായോ? എങ്ങനെ മനസ്സിലാവും? വാശിയല്ലേ. എപ്പോഴും സ്വന്തം വാശി തന്നെ ജയിക്കണമല്ലോ. ഇതങ്ങനെ ഒരു വാശിയുടെയും കാര്യമല്ല. അയാള് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി. പക്ഷേ പോലീസ് അയാളുടെ പിന്നാലെ തന്നെയുണ്ട്. ഏത് നിമിഷവും അവരയാളെ പിടിക്കും. എന്നാലും ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വയ്യ അല്ലേ? മോളെ, അവനൊരു ഭ്രാന്തനാ. എന്തും ചെയ്യാൻ അവനൊരു മടിയും കാണത്തില്ല. മോളെ ഇവരുടെ കൂടെ പോകും, അതാ നല്ലത്. ഇല്ല മാവ, അങ്ങനെ പേടിച്ചോടിയാൽ എവിടം വരെ ഓടും? എന്റെ മക്കളെ നോക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇനി അതല്ല, അവരുടെ ജീവൻ അപകടത്തിലാവുമെന്ന് എനിക്ക് ഉറപ്പായ അന്നേരം ഞാൻ വരാം. അല്ലാതെ ഇപ്പൊ ഇവിടുന്ന് ഓടി ഞാറക്കിലേക്ക് വന്ന അയാൾ അവിടെയും വരില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് ആർക്കേലും പറ്റുമോ? അവിടെ ഞങ്ങളെല്ലാരും ഇല്ലേ? ഇവിടെ അമ്മാവനുണ്ടല്ലോ. പിന്നെ വിളിച്ച കേൾക്കുന്ന ദൂരത്ത് വരതയും വിജയനും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടായ 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ ജയേട്ടനും ഉണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എനിക്കും കുട്ടികൾക്ക് ഇവിടെ ഒരു കുഴപ്പവും വരില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നുമില്ല. ഇതെന്റെ അവസാന വാക്കാ. ഈ ചേച്ചി എന്ത് ഭ്രാന്താ കാണിക്കുന്നേ? അല്ല, വിളിക്കാൻ പോയി നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ചേച്ചി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ അതും കേട്ടിട്ട് നേരെ ഇങ്ങ് പോന്നു. എന്റെ നന്ദൂട്ട, നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നൂടായിരുന്നോ? എടി, വിളിക്കാഞ്ഞിട്ടല്ല, ചേച്ചി വരണ്ടേ? ഞങ്ങൾ എല്ലാവരും കൂടി എത്ര നിർബന്ധിച്ചിട്ടും ചേച്ചി വരുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ കൂട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ കുറച്ചു ദിവസം താമസിച്ചൂടായിരുന്നോ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. വേണമെങ്കിൽ എല്ലാവരും കൂടി കുറച്ചു ദിവസം നിന്നോളാനും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കൈയും വീശി പോന്നു അല്ലേ? ഇടി, അതല്ല. കുടമൺപിള്ള അമ്മാവൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അതുമല്ല, സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങ് പോകുന്നത്. പോയവരും കൊള്ളാം, വന്നവരും കൊള്ളാം. ഒരു കാര്യം പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പിന്നെ അനുഭവിക്കുമ്പോ പഠിച്ചോളൂ.
അനങ്ങല്ലേ, അനങ്ങിയ കണ്ണില് മഷി പടരില്ലേ? അമ്മേ, എന്താ? എനിക്കും കൂടെ കണ്ണെഴുതി തരോ? അയ്യേ, ആൺകുട്ടികൾ കണ്ണെഴുതോ? അതെന്താ എഴുതിയാല് എനിക്കും കണ്ണെഴുതണം. വാ. മതിയോ? എങ്ങനെയുണ്ട് മാളേച്ചി? അയ്യേ, ഇത് കൊള്ളത്തില്ല. ഇപ്പൊ കൊരങ്ങന്റെ മുഖം പോലെയായി. അമ്മ, ഈ ചേച്ചി കളിയാക്കുന്നു. മാളു ചുമ്മാ ഇരിക്കാം, അവൻ കുഞ്ഞല്ലേ. മോന് ചേച്ചി പറയുന്ന ഒന്നും കാര്യാക്കണ്ട. മോനെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ആണോ? പിന്നല്ലാതെ, എന്റെ മോൻ ചുങ്ങൊരു കുട്ടപ്പനല്ലേ. വാ. എന്താ സാർ, വിവരം വല്ലതും കിട്ടിയോ? അയാളെ പിടിക്കാൻ പറ്റില്ലേ പോലീസിന്? പറ്റും. അതിന് ഞങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ഞങ്ങളുടെ വലയിൽ വന്ന് വീഴും. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് വേറൊരു സൂചന കിട്ടിയതുകൊണ്ടാണ്. എന്ത് സൂചന? അതൊക്കെ പറയാം. അച്ഛനെവിടെ? അകത്തുണ്ട്. അമ്മാവാ, അമ്മാവാ. എന്താടാ പോലീസും പരിവാരങ്ങളൊക്കെ ആയിട്ട് അവനെ ഇതുവരെ പിടിച്ചില്ലേ? ഇല്ല. നീയൊക്കെ പിന്നെ എവിടുത്തെ പോലീസാണ്? മാനസിക രോഗിയായ ഒരു കുറ്റവാളി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ട് നേരം ഇത്രയുമായി. ഇപ്പോഴും അവനെ തപ്പി വട്ടം കറങ്ങുന്ന പോലീസ്. കഷ്ടം. അച്ഛാ, ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ വന്ന അവൻ ഈ ഭാഗത്ത് എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. സൂക്ഷിക്കണം. കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും പോകരുത്. വാതിലും ജനലും ഒക്കെ എപ്പോഴും അടച്ചിട്ടേ ഇരിക്കാവൂ. അച്ഛാ, അച്ഛൻ ഇവിടെ തന്നെ കാണണം. എങ്ങോട്ട് പൊക്കളയരുത്. പിന്നെ വേണമെങ്കിൽ രാത്രി 2 പോലീസുകാരെ ഞാൻ ഇവിടെ ഡ്യൂട്ടിക്കണം. അത് നല്ല കാര്യമാണ്. രാത്രി തൽക്കാലം പോലീസിന്റെ കാവല് നല്ലതാണ്. ശരി, ഞാൻ പറഞ്ഞു വിട്ടേ. ഞാൻ അങ്ങോട്ട്. മോളെ, അവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ മോളെ? ഇവിടുന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. കുറച്ച് ദിവസത്തേക്ക് മക്കളെയും കൂട്ടി മോള് ഞാറയ്ക്ക് പോയി നിൽക്കേ. അവിടെ ആകുമ്പോ എല്ലാവരും ഉണ്ടല്ലോ. അത് വേണ്ട മാവ. അങ്ങനെ പേടിച്ചോടിപ്പോയാ അവിടെ എന്നെ തേടി അയാൾ വരില്ലെന്ന് എന്താ ഉറപ്പ്? നീ പറഞ്ഞത് ശരിയാ. അവൻ ഇനി മേലും കീഴും ഒന്നും നോക്കാനില്ല. അവൻ എവിടെയും വരും. അമ്മാവ, എന്ത് വന്നാലും നമ്മളത് നേരിട്ടേ പറ്റൂ. ഇവിടെ എനിക്ക് കൂട്ടിന് അമ്മാവനുണ്ടല്ലോ. നീ എന്ത് തീരുമാനിച്ചാലും അതിന്റെ ഒപ്പം ഈ അമ്മാവനുണ്ട്. തൽക്കാലം മോള് കുട്ടികളെ കൊണ്ട് അകത്ത് പോയിരുന്നു. വാ. വാ. ഹലോ ചേട്ടാ. അതി, നീ എന്ത് ഭാവിച്ചത്? ഇനി അപകടത്തിൽ ചെന്ന് ചാടാനാണോ നിന്റെ തീരുമാനം? ഞാൻ എന്ത് ചെയ്തെന്നാ ചേട്ടനീ പറയുന്നേ? അച്ഛനും നന്ദനും വന്ന് വിളിച്ചിട്ട് നീ അവർക്കൊപ്പം പോകാത്ത എന്താ? അതി, അവനൊരു ഭ്രാന്തനാ. അവൻ എന്ത് ചെയ്യും? നീ എന്റെ മക്കളെ കൂടി അപകടത്തിലാക്കരുത്. ഇല്ല ചേട്ടാ, തോറ്റോടാൻ ഇനി എനിക്ക് വയ്യ. ചേട്ടൻ പേടിക്കണ്ട. എന്റെ മക്കളെ അയാൾ ഒന്നും ചെയ്യില്ല. അയാൾക്ക് ആവശ്യം എന്നെയാ. അതി, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഒന്നുകിൽ നീ ഞാറക്കിലേക്ക് പോ, അല്ലെങ്കിൽ കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് വാ. ചേട്ടാ, ആ ഫോണിങ് താ, ഞാൻ സംസാരിക്കാം. അരുന്ധതി, ഞാൻ ചേട്ടനെ അങ്ങോട്ട് വിടാം. കുട്ടികളെയും കൂട്ടി നീ ഇങ്ങോട്ട് വാ. ഇപ്പൊ അവിടെ നിൽക്കുന്നത് അബദ്ധം. ലേഖേ, എന്നോടും മക്കളോടും നിനക്കുള്ള സ്നേഹം എനിക്കറിയാം. നീ പേടിക്കണ്ട. പോലീസ് അയാളെ പിടിച്ചോളും. ഇനി ഇവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നാ ഞാൻ കുട്ടികളെയും കൂട്ടി നിന്റെ അടുത്തേക്ക് തന്നെ വരൂ. അരുന്ധതി, നീ ഒന്ന് വേഗം വാ. ഇനി അവിടെ നിൽക്കണ്ട. വരാം. എന്താവശ്യമുണ്ടെങ്കിലും നിന്റെ അടുത്തേക്ക് വരാം. പോരെ? വക്കീലമ്മയാണോ വിളിച്ചത്? പാവം, പേടിച്ചിട്ടാ. വാ, വാ. മക്കള് പേടിക്കണ്ട, അമ്മ ചായ എടുക്കാമേ. വാതിലടയ്ക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. മോൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അമ്മയില്ലേ? ആരും മോനെ ഒന്നും ചെയ്യില്ല കേട്ടോ.
മോളെ വേഗം ഓടി രക്ഷപ്പെട്ടോ. മോൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അമ്മയില്ലേ, ആരും മോനെ ഒന്നും ചെയ്യില്ല കേട്ടോ. മോളെ വേഗം ഓടി രക്ഷപ്പെട്ടോ. അവരെ ഒന്നും ചെയ്യരുത്. മോളെ പൊയ്ക്കോ. അമ്മാവന്റെ ശബ്ദമല്ലേ ഇത്? അമ്മാവാ, അരുന്ധതി, ഞാൻ നിന്നെ കാണാൻ വന്നത്. മോളെ പൊയ്ക്കോ. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ. പൊയ്ക്കോ. കണ്ടില്ലേ, കിളവന് നിന്നോട് ഭയങ്കര സ്നേഹ. സിദ്ധാർത്ഥ, ഭ്രാന്ത് കാണിക്കരുത്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. നീ പേടിച്ചോ? എനിക്കിപ്പോ കാണാം നിന്റെ മുഖത്തെ പേടി. മരണത്തെ മുന്നിൽ കാണുന്ന പേടി. മോളെ വേഗം രക്ഷപ്പെട്ടോ. മക്കളെ, നിങ്ങളകത്ത് പോയിക്കോ. അങ്കിളിന് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്കിളെ, ഞങ്ങളുടെ അമ്മയൊന്നും ചെയ്യല്ലേ അങ്കിളെ. അമ്മ കൊല്ലല്ലേ അങ്കിളെ. ഏയ്, അങ്കിൾ പാവല്ലേ. എടേ, നീ എന്ത് കരുതിയടി? സിദ്ധാർത്ഥൻ എപ്പോഴും ജയിലിനകത്ത് കിടക്കുമെന്നു. എന്നെ തകർത്തിട്ട് നീ അങ്ങനെ ജീവിക്കണ്ട. ഇത് കണ്ടോ നീ? ഇത് പോയ്സനാ, വെറും വിഷമല്ല, കിങ് കോബ്രയുടെ വിഷം. ഇതുകൊണ്ട് നിന്റെയോ മക്കളുടെയോ ദേഹത്തൊരു പോറൽ വീണാ മതി, അതോടെ തീരും. പറ, നീ മരിക്കുന്നോ അതോ ഈ കുട്ടികൾ മരിക്കണോ? സിദ്ധാർത്ഥ, അരുത്. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. സിദ്ധാർത്ഥ, വേണ്ട, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. വേണ്ട സിദ്ധാർത്ഥ, അരുത്. അവരെ ഒന്നും ചെയ്യരുത്. മോളെ പോയി രക്ഷപ്പെട്ടോ. ഒന്ന് പോകണം. അമ്മ വാ അമ്മ. അപ്പൂസേ, വേഗം വാ മോനെ. വേഗം മാണു, വേഗം വേഗം വാ. അപ്പൂസേ, ഓടി വാ. അപ്പൂസേ, വേഗം വേഗം വാ. അപ്പോ വേഗം വാ മോനെ. Yeah.